Good morning. Good morning, ma'am. Good morning. Good Happy New morning, Year. ma'am. Happy New Year, ma'am. New Year എങ്ങനെയുണ്ടായിരുന്നു? ആഘോഷിച്ചോ New Year? Happy New Year. കൊച്ചിയിലൊക്കെ ഉള്ളവരുണ്ടോ? ഫോർട്ട് കൊച്ചിയില് അവരൊക്കെ സൂപ്പർ അല്ലെ? നന്നായിട്ട് ആഘോഷിക്കുന്ന ഡേ ആണല്ലേ New Year എന്ന് പറയുന്നത്. Happy New Year. ഓക്കെ, നമുക്കപ്പോ ക്ലാസ്സിലോട്ട് കിടക്കാം കേട്ടോ. ഓക്കെ, അപ്പോ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന്റെ സെക്കൻഡ് പാരഗ്രാഫ് വരെ പറഞ്ഞു നിർത്തി അല്ലെ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ വൈറ്റൽ മെട്രിക്സ് ടു സ്കെയിൽ ഓവർ ഹെൽത്ത് കെയർ ക്വാളിറ്റി. അപ്പൊ എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്? എന്താണ് ഒരു വൈറ്റൽ മെട്രിക്? വൈറ്റൽ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ അളവുകോൽ അല്ലെ? മെട്രിക് എന്ന് പറഞ്ഞാല് അളവുകോലാണ്. ഓവറോൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലെ ഓവറോൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ക്വാളിറ്റി അളക്കുന്നതിനുള്ള ഒരു അളവുകോലാണ് എന്ത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. With the help of a patient satisfaction survey, continuous measuring of patient satisfaction and enhancing patient experience can be achieved. ഇനി patient satisfaction സർവേയിലൂടെ നമുക്ക് എന്താണ് patient satisfaction കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അളക്കാൻ പറ്റും അല്ലെ? അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് അവരുടെ അനുഭവത്തിലൂടെ ഓരോ കാര്യങ്ങളും ഈ സർവേയിലൂടെയുള്ള അവരുടെ ഫീഡ്ബാക്ക് തരുന്നതിലൂടെ അവർക്ക് നമ്മുടെ ഹോസ്പിറ്റലിലെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് ആണ് വരുത്തേണ്ടത് എന്നുള്ളത് ആ ഫീഡ്ബാക്കിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ വാല്യുബിൾ ടൂൾ ടു ക്യാച്ച് പേഷ്യന്റ് ഫീഡ്ബാക്ക് വിത്തൗട്ട് മച്ച് എഫേർട്ട്. ഇനി എന്താണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്? ഒരു വാല്യുബിൾ ടൂൾ ആണ്. ആ സർവേ അല്ലെ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നതിനുള്ള ഒരു വാല്യുബിൾ ടൂൾ ആണ്. അണ്ടർലൈൻ ചെയ്യാട്ടോ. ഇറ്റ് ഈസ് ദ വാല്യുബിൾ ടൂൾ ടു ക്യാച്ച് ദ പേഷ്യന്റ് ഫീഡ്ബാക്ക് വിത്തൗട്ട് മച്ച് എഫേർട്ട്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ വാസ് evaluated by the questionnaires developed with the patient with the gathered information about the time spent at the appointments, travel cost and perceptions of quality of സർവീസസ് എക്സെട്ര. അപ്പൊ എന്താ പറയുന്നത്? ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? നിങ്ങളിപ്പോ പ്ലസ് ടുവിൽ പഠിക്കുമ്പോഴായാലും അതുപോലെ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴായാലും നമ്മള് ഈ സർവേ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ? എന്താണ് സർവേയില്? കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെ? അത് നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോ ഓരോരുത്തരും അത് വായിച്ചിട്ട് അവരുടെ ഫീഡ്ബാക്ക് നമ്മൾക്ക് തരും അല്ലെ? അതിൽ നിന്ന് നമ്മളൊരു ഫൈൻഡിങ്സ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ? അങ്ങനെയാണ് നമ്മൾ സർവേ നടത്തുന്നത്. ഓക്കെ, ഇപ്പൊ ഹെൽത്തിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് ഹെൽത്ത് സെന്റേഴ്സിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് സർവേ കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെ? 2-3 ആളുകൾ വന്നിട്ട് കണ്ടക്ട് ചെയ്യുന്നു. നമ്മുടെ ഫീഡ്ബാക്ക് അവിടെ ചോദിച്ച് മനസ്സിലാക്കി അവർ ടോട്ടൽ ഫൈൻഡിങ്സിലോട്ട് എത്തുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ഹോസ്പിറ്റലുകളിൽ നടത്തുന്ന ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. അതിലൂടെ ഈ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് അറിയാനായിട്ടും നമുക്ക് ഏതൊക്കെ മേഖലകളിൽ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ട്, എവിടെയെങ്കിലും നമുക്ക് ഹെൽത്ത് കെയർ കൊടുക്കുമ്പോ എവിടെയെങ്കിലും പാകപ്പിഴകൾ വരുന്നുണ്ടോ, പാളിച്ചകൾ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസ് ആർ എ വൈറ്റൽ വേ ടു സ്കെയിൽ ഹൗ patient feels about their experience in your practice.
ഓക്കെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വൈറ്റൽ വേ ആണ് അല്ലെ, ഒരു പ്രധാനപ്പെട്ട ഒരു വേ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ എത്രത്തോളം അവർ സാറ്റിസ്ഫൈഡ് ആണ്, അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഈ സർവേയിലൂടെ സാധിക്കുന്നുണ്ട്. Satisfied patient are most probable to recommend your practice to others, and they are also less probable to file complaints. എന്താ ഇവിടെ പറയുന്നത്? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് അവര് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് അവര് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇവരെ വീട്ടിലേക്ക് പോയി അയൽവക്കത്തായാലും ഇവരുടെ കസിൻസിനോടായാലും റിലേറ്റീവ്സിനോടായാലും പറയും, ആ ഹോസ്പിറ്റലിൽ പോയി നല്ല ഡോക്ടേഴ്സ് ആണ്, നല്ല കെയറിങ് ആണ് കൊടുക്കുന്നത്. നമ്മളായാലും പറയാറുണ്ട് മറ്റുള്ളവരോട് അല്ലെ. അങ്ങനെ പറയുമ്പോ എന്താണ്? അവരും ഈ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് ഇടവരുന്നുണ്ട് ഇല്ലേ? നമ്മളൊരു നല്ലൊരു അഭിപ്രായമാണ് ആ ഡോക്ടേഴ്സിനെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിനെ പറ്റി പറയുന്നതെങ്കിൽ അവിടെയുള്ള ഹെൽത്ത് കെയർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് മറ്റു രോഗികളും അവിടേക്ക് വരുന്നുണ്ട്. അതുവഴി എന്താണ്? അവർക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അവരുടെ ഗോള്, അൾട്ടിമേറ്റ് ഗോൾ എന്താണോ അത് അച്ചീവ് ചെയ്യാനായിട്ട് ആ ഹോസ്പിറ്റൽസിന് സാധിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവിടെ കംപ്ലൈന്റ് ഉണ്ടാവോ? ആ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് അവർക്ക് കംപ്ലൈന്റ് ഉണ്ടാവോ? കംപ്ലൈന്റ് ഉണ്ടാവോ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ? സ്വർണോ? ഇല്ല. കാരണം എന്താ? അവര് സംതൃപ്തരാണ് അല്ലെ. ഓരോ കാര്യങ്ങൾക്കും അവർ കൊടുക്കുന്ന ഹെൽത്ത് കെയറിനായാലും എന്താ അവർ കൊടുക്കുന്ന സർവീസിനായാലും അതുപോലെ തന്നെ അവരോട് പെരുമാറുന്നത് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാലും അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർക്ക് എന്താണ് ആ ഹോസ്പിറ്റലിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ സൗകര്യങ്ങളെ കുറിച്ചോ ഹെൽത്ത് കെയർ കൊടുക്കുന്ന കാര്യത്തിലായാലോ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചോ അവർക്ക് എന്തുണ്ടാവില്ല? പരാതികൾ ഉണ്ടാവില്ല. ലെസ് കംപ്ലൈന്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെന്താ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് കൺസിഡേർഡ് as one of the most important parameters of the quality. അണ്ടർലൈൻ ചെയ്യാ, മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അവരെങ്ങനെയാണ് ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരാമീറ്റർ അല്ലെ, മുഖ്യമായിട്ടുള്ള ഘടകമായിട്ടാണ് ക്വാളിറ്റിയുടെ മുഖ്യമായിട്ടുള്ള പാരാമീറ്റർ, മുഖ്യമായിട്ടുള്ള ഘടകമായിട്ടാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ കാണുന്നത്. ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിയുടെ ഒരു മുഖ്യ ഘടകമായിട്ടാണ് ഇത് patient satisfaction consider ചെയ്യുന്നത്, കണക്കാക്കുന്നത്. The measurement of the patient satisfaction is the most important tool for research, administration and planning. അതുപോലെ തന്നെ എന്താണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത് എന്താണ്? ഒരു റിസർച്ചിനായിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഏരിയയുടെ വർക്കും കാര്യങ്ങൾക്കായാലും ഇപ്പൊ എന്തെങ്കിലും പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് അല്ലെ, നമുക്കിപ്പോ പുതിയൊരു ടെക്നോളജി വേണം, പുതിയൊരു സർവീസ്, പുതിയൊരു ഇന്നോവേഷൻസ് ഹോസ്പിറ്റലില് നമ്മള് ബിൽഡപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനും ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഒരു മുഖ്യമായിട്ടുള്ള ഘടകമായിട്ടാണ് പറയുന്നത്. ഒരു ഗവേഷണം നടത്താനായാലും നമ്മള് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമ്മൾ നോക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഏരിയയുടെ കാര്യങ്ങളായാലും അതുപോലെ തന്നെ എന്ത് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ നമ്മളൊരു മുഖ്യമായിട്ടുള്ള ഘടകമായിട്ടാണ് കാണുന്നത്, അത് മെഷർ ചെയ്യാറുണ്ട്. ഇനി അതുപോലെ തന്നെ എന്താ ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ, അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും നമുക്ക് നോക്കാം. എന്താണ്? ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ decisive index for ascertaining the quality services and the way in which they are given by medical staff. Satisfaction with the physicians, nurse, equipment, housekeeping, billing, and food services are the main determinants of overall satisfaction in hospitalized patients. Okay. അപ്പൊ ഇവിടെ പറയുന്നത് ഈ എന്താണ് ഡിസിസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർണായകമായിട്ടുള്ള നിർണയിക്കുന്ന എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ മെഡിക്കൽ സ്റ്റാഫുകള് ഉദ്ദേശിക്കുന്നത്, ആ പോയിന്റിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് മെഡിക്കൽ സ്റ്റാഫുകള് അവർക്ക് കൊടുക്കുന്ന പരിചരണത്തിന്റെ സേവനങ്ങളുടെയും ക്വാളിറ്റി തീരുമാനിക്കുന്നതില് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ഓക്കെ, എന്താണ് മെഡിക്കൽ സ്റ്റാഫുകൾ അല്ലെ, ഡോക്ടേഴ്സ്, നഴ്സുമാര്, മറ്റു സ്റ്റാഫുകളാവാം, അവർക്ക് അവർ കൊടുക്കുന്ന ആ പരിചരണത്തിന്റെ സേവനങ്ങളുടെയും
ക്വാളിറ്റി തീരുമാനിക്കുന്നതിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് മുഖ്യമായിട്ടുള്ള ഫാക്ടർ ആണ്. അവിടെ ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഇവിടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് നൽകുന്ന ക്വാളിറ്റിയുള്ള സർവീസിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ ആരിലൂടെയാണ് നമുക്ക് ലഭിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത് എങ്ങനെയാണ്? ഫിസിഷ്യന്റെ ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ നഴ്സുമാര് കൊടുക്കുന്ന കെയർ, അങ്ങനെയുള്ള അവരിൽ നിന്ന് അല്ലെ പേഷ്യൻസിന് ലഭിക്കുന്ന കെയർ എന്ന് പറയുന്നത് ഫിസിഷ്യനിൽ നിന്നാണ്, അതുപോലെ തന്നെ മറ്റു മെഡിക്കൽ സ്റ്റാഫുകളിൽ നിന്നാണ്, അതുപോലെ തന്നെ നഴ്സുമാര് അല്ലെ, ഇങ്ങനെയുള്ളവരിൽ നിന്നാണ് നല്ല രീതിയിലുള്ള കെയർ ലഭിക്കുന്നത്. അതിനെയാണ് ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, മികച്ച ഒരു ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എന്താ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഹോസ്പിറ്റലിന്റെ ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നത് ആരാണ്? നഴ്സുമാരാണോ, ഡോക്ടർമാരാണോ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണോ? അല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലെ ഘടകം എന്ന് പറയുന്നത് ആരാണ്? പേഷ്യൻസ് ആണ്. പേഷ്യൻസ് വന്നാൽ മാത്രമാണ് അവർക്ക് എന്തുണ്ടാവുള്ളൂ, അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അവർ കൊടുക്കുന്ന രോഗികൾക്ക് കൊടുക്കുന്ന സർവീസ് ആണെങ്കിലും അവരുടെ മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ഇപ്പോഴുള്ള ഹോസ്പിറ്റൽസ് എന്താണ് സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഒരു ബിസിനസ് മേഖലയിലോട്ട് മാറിക്കഴിഞ്ഞു അല്ലെ. അവരുടെ പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോഫിറ്റ് ആണ് അല്ലെ, ക്യാഷ് ആണ് അല്ലെ. എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാല് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ ഓർഗനൈസേഷനും ഇപ്പോ നിലനിൽക്കുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഹോസ്പിറ്റലിന് എന്താണ് കണ്ടിന്യൂറ്റി ഉണ്ടാവുള്ളൂ അല്ലെ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന്റെ ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്നത് പേഷ്യൻസ് ആണ്. അപ്പോ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ഉറപ്പാക്കുന്നതില് രോഗിയുടെ സംതൃപ്തി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ് പേഷ്യന്റ്, രണ്ടാമത്തെ പോയിന്റ് നോക്കാം. The patient satisfaction is of predominant importance in ensure better quality of the way to total quality management, since the patient is a one who decide the quality, who receive the goods or services, who persuades the other to accept it, who decides your market strategies, to provide a corrective feedback about the performance of the hospital and make success the programs of total quality management. ഇവിടെ പറയുന്നത് പ്രീഡോമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആണ് എന്ത്? പ്രധാനമായി എന്നുള്ളതാണ് ഇതില് വരുന്നത് പ്രീഡോമിനന്റ് എന്ന് പറഞ്ഞാൽ. പ്രീഡോമിനന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ വേർഡിന്റെ മീനിങ്. അപ്പോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നല്ല രീതിയിലൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആണ് ഇത് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഇനി പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ രോഗികൾക്ക് കിട്ടണമെങ്കിൽ, അവർ സാറ്റിസ്ഫൈഡ് ആകണമെങ്കിൽ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്തു കൊടുക്കേണ്ടത്? നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ കൊടുക്കണം. അതുപോലെ തന്നെ റിസീവ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ. അവിടെ കൊടുക്കുന്ന സൗകര്യങ്ങൾ, നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഗുഡ്സ് എന്ന് പറഞ്ഞാല് എന്താ? നല്ല രീതിയിലുള്ള മെഡിസിൻസ്, ട്രീറ്റ്മെന്റുകൾ, മെഷീൻസ് അല്ലെ. അങ്ങനെയുള്ള സർവീസുകളായാലും ഗുഡ്സുകളായാലും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എന്താണ്? ഡിസൈഡ് യുവർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. നമ്മള് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ മാർക്കറ്റിംഗില്. എന്താണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കൂടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ അവിടുത്തെ സ്റ്റാഫുകൾക്ക് കൊടുക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ പോയിന്റ്സ് പഠിച്ചു തുറക്കുന്നുണ്ടോ നിങ്ങള്? അതുപോലെ തന്നെ നെയിം ടാഗ്സ് പ്രൊവൈഡ് ചെയ്യുക അവിടുത്തെ സ്റ്റാഫുകൾക്ക്. പിന്നെ എന്താ? ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കോൾ ചെയ്യണം ഇല്ലേ? അവരുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമ്മള് വിത്തിൻ 3 ഡേയ്സിനുള്ളിൽ നമ്മൾ കോൾ ചെയ്യാനായിട്ട്
അതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്താ സ്ട്രാറ്റജീസ് ആണ്, തന്ത്രങ്ങളാണ് അല്ലെ. ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ നമ്മൾ ആവിഷ്കരിക്കുകയാണെങ്കിൽ രോഗികൾക്ക് എന്ത് കൂടാൻ ചാൻസ് ഉണ്ട്? സാറ്റിസ്ഫാക്ഷൻ കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ ഒരു പുതിയൊരു പേഷ്യന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എന്താ അവർക്ക് എവിടെയാണ് നമ്മൾ പോകേണ്ട സ്ഥലം, ഡോക്ടർ ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്നൊന്നും അറിയില്ല. അപ്പൊ എന്താണ്, നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. സ്റ്റാഫുകളോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഫുകൾ ചോദിക്കും ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്, ഏത് ഡോക്ടറെയാണ് കാണേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയും. അപ്പൊ ഓർത്തോ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവര് നമുക്ക് വഴി കാണിച്ചു തരും. അതൊക്കെ എന്താ അവരുടെ തന്ത്രങ്ങളാണ്, പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പേഷ്യൻസിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ് അവര് മെനഞ്ഞെടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള തന്ത്രങ്ങൾ അവർ ആവിഷ്കരിക്കണം. പിന്നെ എന്താണ്, കറക്റ്റ് ഫീഡ്ബാക്ക് അല്ലെ. ഫീഡ്ബാക്ക് അബൌട്ട് ദി പെർഫോമൻസ് ഓഫ് ദി ഹോസ്പിറ്റൽ. എങ്ങനെയാ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നത്? എങ്ങനെയാ കിട്ടാം ഫീഡ്ബാക്ക്? പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നത്? എന്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ, അതിനെ കുറിച്ചാണ്. അതിനകത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഫീഡ്ബാക്ക് എങ്ങനെ നമുക്ക് കിട്ടും? ഫീഡ്ബാക്ക് എങ്ങനെ കിട്ടാം? എന്തിലൂടെയാണ്? നമ്മളെ മുൻപ് കുറച്ച് എന്താ ആദ്യം ഈ ചർച്ച തുടങ്ങിയപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു ഫീഡ്ബാക്ക് എങ്ങനെയാ കിട്ടുന്നത്? മറന്നുപോയോ? ഫീഡ്ബാക്ക് എങ്ങനെ കിട്ടുന്നത്? വായിച്ചു നോക്കി. എന്തിലൂടെയാ കിട്ടുന്നത്? സർവേയിലൂടെ. ഓർമ്മയില്ലേ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെയാണ് ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുന്നത്. അപ്പൊ നല്ല രീതിയിൽ അങ്ങനെയുള്ള സർവേകൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും. അപ്പൊ എന്താണ്, അങ്ങനെ നമുക്ക് എവിടെയെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, ഇനി നമ്മൾ കൊടുക്കുന്ന കെയർ നല്ല അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആ ഫീഡ്ബാക്കിലൂടെ സാധിക്കും. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് നോക്കിയേ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ are a sign of how the patient has recognized the other qualitative aspect of care and can be used a substitute measure of those aspects. ഇവിടെ പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റിന്റെ കാര്യമാണ് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ആരോഗ്യ പരിചരണത്തിന്റെ മറ്റു വശങ്ങൾ രോഗി എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത്. ഇനി അവിടെ മറ്റു വശങ്ങൾ എന്ന് പറഞ്ഞാല് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാമാണ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റിൽ വരുന്നത്? എന്തെല്ലാമാണ് വരുന്നത്? എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും നമ്മള് കെയർ കൊടുക്കുന്നത്, എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ്. അതുപോലെ തന്നെ സേഫ് ആയിട്ട് രോഗി പരിചരണം കൊടുക്കുക. പിന്നെ എന്താ പറയുന്നത്? സേഫ് ആയിട്ടും ടൈമിലി അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സാക്ട് ടൈം ആയിട്ട്, എക്സാക്ട് ടൈമിൽ രോഗി പരിചരണം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും സേഫ്, അതുപോലെ ടൈം, ഇതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റുകൾ ഉള്ളത്. ഓക്കെ, ഇനി എന്താ? Patient satisfaction is a requirement for attaining the goals of healthcare, since it influences the patient's decision to follow prescribed treatment and seek professional healthcare in future. Patient can evaluate the quality of care they get as they pay attention to all components of care, since the science of medicine, the art of care and the amenity of care. ഇവിടെ പറയുന്നത് എന്താണ്? ആരോഗ്യ സംരക്ഷണ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് രോഗിയുടെ സംതൃപ്തി ഏറ്റവും അത്യാവശ്യമായിട്ട് ഉള്ള ഒരു ഘടകമാണ് അല്ലെ. ആരോഗ്യ സംരക്ഷണത്തിന്റെ എന്താണ് ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഹോസ്പിറ്റലിന് ഏതൊരു സ്ഥാപനം എടുത്തു കഴിഞ്ഞാലും, സ്കൂൾ എടുത്തു കഴിഞ്ഞാലും, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും, ഒരു ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാലും, അതിന് എന്തുണ്ട്? ഏതൊരു സ്ഥാപനത്തിനും അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് അല്ലെ. ആ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ എടുത്തു കഴിഞ്ഞാല് അതിനും ഒരു ലക്ഷ്യമുണ്ട്. ആ
ആ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? എന്തായിരിക്കാം ഹോസ്പിറ്റലിലെ ലക്ഷ്യം എന്ന് പറഞ്ഞാല്? പറഞ്ഞു നോക്കിയേ, എന്തായിരിക്കാം ഹോസ്പിറ്റലിലെ ഗോള്? എന്തായിരിക്കാം ഗോൾ? സർവീസ് കൊടുക്കുക അല്ലെ, നല്ല രീതിയിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാം. ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടതായിട്ടുള്ള എന്താണ് രോഗീ പരിചരണം അല്ലെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമാണ് എന്തു കിട്ടുള്ളൂ നമുക്ക് ആ പേഷ്യന്റിന്, അവിടെ വരുന്ന പേഷ്യന്റിന് സംതൃപ്തി കിട്ടാനായിട്ട് ഇടവരുള്ളൂ അല്ലെ. നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകള്, ഹെൽത്ത് കെയർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അവിടെ പറയുന്നുണ്ട് എന്താണ്, 3 കമ്പോണന്റ് ഉണ്ട്. ഏതൊക്കെയാണ്? സയൻസ് ഓഫ് മെഡിസിൻ, ആർട്ട് ഓഫ് കെയർ ആൻഡ് ഇമ്മ്യൂണിറ്റി അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ആരോഗ്യ പരിചരണ വിഷയങ്ങൾ കൈവരിക്കുന്നതിനായിട്ട് രോഗിയുടെ ആവശ്യകതകൾ, അവരുടെ റിക്വയർമെന്റ്സ്, നീഡ്സ്, വാണ്ട്സ് ഇവയൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ എന്താണ് രോഗി പരിചരണം കൊടുക്കാനായിട്ട്. അതിൽ ഉൾപ്പെടുന്നതാണ് 3 കമ്പോണന്റ്. എന്തൊക്കെയാണ്? സയൻസ് ഓഫ് മെഡിസിൻ ഉണ്ട്, ആർട്ട് ഓഫ് കെയർ ഉണ്ട്, ഇമ്മ്യൂണിറ്റി സൗകര്യങ്ങൾ അല്ലെ, കെയർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടുക്കുന്ന സൗകര്യങ്ങൾ, ഇമ്മ്യൂണിറ്റീസ് ഇതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് ഹോസ്പിറ്റൽ സാറ്റിസ്ഫാക്ഷൻ ക്വസ്റ്റ്യൻ. ആസ്ക്ഡ് റെസ്പോണ്ടന്റ് general questions in connection with the reception and administration, hospital cleanliness, signage, hospital food, etc. ഇവിടെ പറയുന്നത് എന്താ, നമ്മൾ ക്വസ്റ്റ്യനെയേഴ്സുകൾ കൊടുക്കുക അല്ലെ. ഹോസ്പിറ്റൽ സാറ്റിസ്ഫാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യനെയേഴ്സ് ഏതിനെ ഉദ്ദേശിക്കുന്ന അവിടെ? എന്തിനെ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യനെയേഴ്സ് എന്ന് പറയുമ്പോ? ഹോസ്പിറ്റൽ സാറ്റിസ്ഫാക്ഷൻ ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോ എന്തിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നവര്? സർവേ അല്ലെ. നമുക്ക് വേറെ ഒന്നും പറയാനില്ല അല്ലെ. ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത് എന്താ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആണ് അല്ലെ. അങ്ങനെ സർവേ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്, നമ്മൾ ആദ്യം കയറി ചെല്ലുമ്പോൾ കാണുന്ന ഏരിയ ഏതാ? റിസപ്ഷൻ ഏരിയ ആണ് അല്ലെ. അപ്പൊ റിസപ്ഷൻ ഏരിയ തൊട്ടുള്ള ക്വസ്റ്റ്യനെയേഴ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് അവര് സംതൃപ്തരാണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. Patient satisfaction survey is important from view of improvement quality of services and to achieve the maximum satisfaction of the inpatients. Inpatients എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് അല്ലെ. അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവും ഇല്ലേ. വന്നു പോകുന്ന പേഷ്യൻസിനെക്കാട്ടിലും കൂടുതൽ എക്സ്പീരിയൻസ് ആർക്ക് ഉണ്ടാവുക? ഇൻപേഷ്യൻസിനാണ് അല്ലെ. അവർ അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ആയി പോകുന്ന പേഷ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് അവര് തൃപ്തരാണോ, സംതൃപ്തരാണോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് അവര് തരുന്ന ഫീഡ്ബാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അയച്ചു നോക്കി 5 പോയിന്റും ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല അങ്ങനെ ഈ പോയിന്റ്സിൽ നിന്ന്. എന്നാലും നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. 5 പോയിന്റ്സും കറക്റ്റ് ആയിട്ട് ഒന്ന് വായിച്ചു നോക്കാം.
ആഴ്ചയിലോ? നെക്സ്റ്റ് നോക്കാം, ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബേസിക്കലി പേഷ്യന്റ് സെൻട്രിക് അല്ലെ. ഇപ്പോൾ ഉള്ള ഹോസ്പിറ്റൽസ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് പേഷ്യന്റ് സെന്റേർഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണ്. നമ്മളെ ഇൻട്രൊഡക്ഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാല് എന്താണ് രോഗികൾക്ക് പരിചരണം അല്ലെങ്കിൽ രോഗികൾക്ക് ചികിത്സ നൽകുന്ന ഒരു രീതിയിലുള്ള ഒരു കേന്ദ്രമായിരുന്നു. പിന്നീടാണ് ഇത് പേഷ്യന്റ് സെൻട്രിക് ആയത്. ഓക്കെ, ഇനി എന്താ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ സ്ട്രോങ്സ്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് എ ഹെൽത്ത് ഹോസ്പിറ്റൽ ഫങ്ഷനിങ്. എന്താണ് ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുഖ്യമായിട്ടുള്ള ഘടകം അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിന്റെ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മുഖ്യമായിട്ടുള്ള ഘടകമാണ് എന്തെന്ന് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ദ hospital is the contentment of its customers. എന്താണ് contentment എന്ന് പറഞ്ഞാല്? എന്താ മീനിങ് contentment? എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഈ വേർഡ്. എന്തായിരിക്കാം വേർഡിന്റെ മീനിങ്? contentment. എന്താണ് ഇതിന്റെ മീനിങ്? സംതൃപ്തി അല്ലെ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ. ഓക്കെ, ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ ആണ് എന്ത് കസ്റ്റമേഴ്സിന്റെ അവിടെ വരുന്ന പേഷ്യൻസിന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. നോട്ട് ഓൺലി ടു സാറ്റിസ്ഫൈ ആൻഡ് ഹെൽത്ത് കെയർ പേഷ്യന്റ് ആൻഡ് ഫാമിലീസ് ബട്ട് ഓൾസോ പോസിറ്റീവ് ഔട്ട്കംസ് ഫോർ ദ സ്റ്റാഫ്, ദ കമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ്. ഇനി അവിടെ വരുന്ന പേഷ്യൻസിനായാലും അവരുടെ ഫാമിലിക്ക് മാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതിയോ? ഇവിടെ വരുന്ന പേഷ്യൻസിനോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്കോ മാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതിയോ? നോ? ഇല്ല അല്ലെ. അത് മാത്രമല്ല പിന്നെ അവിടെ എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അതുപോലെ കമ്മ്യൂണിറ്റിക്ക് ഹെൽത്ത് കെയർ ഓവറോൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അവിടുത്തെ സ്റ്റാഫിനായാലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വർക്കിൽ അവർ നല്ല രീതിയിൽ തൃപ്തരായിട്ട് അവരെന്താണ് വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക, കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അവിടെ വരുന്ന പേഷ്യൻസിന് മാത്രം അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാല് മറ്റു സ്റ്റാഫിനൊക്കെ എന്താണ് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ജോലി ചെയ്യാനായിട്ടായാലും അവിടെ ജോയിൻ ചെയ്യാനായിട്ട് ചിലപ്പോ എന്താ അവിടെ നിന്ന് കൊഴിഞ്ഞു പോകാനായിട്ട് അല്ലെങ്കിൽ റിസൈൻ ചെയ്തു പോകാനായിട്ട് ഇടവരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ എല്ലാവർക്കും ഓവറോൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ റിലേറ്റ്സ് ദ വർക്കേഴ്സ് മോട്ടിവേഷൻ, ഡെഡിക്കേഷൻ ആൻഡ് ഡ്യൂട്ടി ടുവേർഡ്സ് ദ പേഷ്യന്റ്. ഇവിടെ പറയുന്നത് എന്താ, ഈ ചില വർക്കേഴ്സിനെ പറ്റിയിട്ട് നമ്മള് കേട്ടിട്ടുണ്ട്. അവര് നല്ല രീതിയിൽ ഡെഡിക്കേറ്റബിൾ ആണ് അല്ലെ, അർപ്പണബോധം അല്ലെ, അർപ്പണത്തോട് കൂടിയിട്ട് പെരുമാറുന്നവര്, അല്ലെങ്കിൽ അവരുടെ വർക്കിൽ അവര് നല്ല രീതിയിൽ ഡെഡിക്കേറ്റബിൾ ആണെന്ന് കേട്ടിട്ടുണ്ട്. ചിലവര് മറ്റുള്ള എംപ്ലോയീസിനെ കുറിച്ച് പറയുന്നത് കണ്ടിട്ടുണ്ടാവും നമ്മൾ, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും ഇല്ലേ. അങ്ങനെ അതുപോലെ തന്നെ വർക്കേഴ്സിന് മോട്ടിവേഷൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ, അവർക്ക് പ്രചോദനം കൊടുക്കുക, അതുപോലെ തന്നെ ഡെഡിക്കേഷൻ അർപ്പണം ബോധമുള്ളവരായിട്ട് അവർ മാറുന്നു. അതുപോലെ തന്നെ ഡ്യൂട്ടി ടുവേർഡ്സ് ദ പേഷ്യന്റ് അല്ലെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും രോഗികളുടെ കടമകള്, രോഗികൾക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകളൊക്കെ അവര് അതൊക്കെ എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനുമായിട്ട് ആശ്രയിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സ്റ്റാഫുകൾക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നതിലൂടെ അവർക്ക് നല്ല രീതിയിൽ പേഷ്യൻസിന് കെയർ കൊടുക്കാൻ പറ്റും. ഈ സ്റ്റാഫുകൾക്കായാലും മോട്ടിവേഷൻ ആയാലും കോൺഫിഡൻസ് ആയാലും അതുപോലെ തന്നെ കുറെ ട്രെയിനിങ്ങുകൾ കാര്യങ്ങളൊക്കെ പകർന്നു കൊടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ അവർക്ക് അവരുടെ വർക്കില് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ബെറ്റർ കെയർ കൊടുക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെഡിക്കേഷൻ, അതുപോലെ തന്നെ ഡ്യൂട്ടി, ഇതൊക്കെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ്
ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനിൽ വരുന്നത്. വായിച്ചു നോക്കിയേ. വായിച്ചു കഴിഞ്ഞോ? Okay. Importance of measuring patient satisfaction. Patient satisfaction measure ചെയ്യുന്നതിന് വേണ്ടിയതായിട്ടുള്ള ആവശ്യകതകൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Patient satisfaction is an important scale to measure overall healthcare quality. എന്താണ് patient satisfaction എന്ന് പറയുന്നത്? ഓവറോൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ഓവറോൾ ആയിട്ടുള്ള ക്വാളിറ്റി അളക്കുന്നതിനുള്ള നല്ലൊരു മാർഗമാണെന്നാണ് പറയുന്നത്. Patients with the help of a patient satisfaction surveys, the continuous measuring the patient satisfaction and improving patient experience can be obtained. It is an invaluable tool to catch the patient feedback without much effort. അപ്പൊ എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞാല് പേഷ്യന്റിന്റെ എന്താണ് ഈ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് മെഷറിംഗ് ആയതുകൊണ്ട് തന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മെഷറിംഗ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവർക്ക് എത്രത്തോളം എന്താണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന ആ ഫീഡ്ബാക്ക് വഴി നമുക്ക് എന്തൊക്കെയാണ് ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടത്, ഇനി എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടോ, നല്ല ക്വാളിറ്റിയോടെയാണോ ഹോസ്പിറ്റൽസ് ബെറ്റർ കെയർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, എവിടെയെങ്കിലും പാകപ്പിഴകളുണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ സർവേയിലൂടെ സാധിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, 5 reasons why you should measure patient satisfaction. അവിടെ 5 reasons ആണ് patient satisfaction അളക്കുന്നതിനുള്ള 5 reasons ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് to provide top tier patient care services. Second reason to measure hospital staff performance. Third one to know angry and deferred patients. Fourth one to improve patient care experience. Fifth one to improve patient retention rate. അപ്പൊ എന്താണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്? To provide top tier patient care services. എന്താണ്? ഉയർന്ന നിലവാരമുള്ള രോഗി പരിചരണ സേവനങ്ങൾ നൽകുന്നത്. ഓക്കെ, ഇനി എന്താ
രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ്. ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ടു നോ ആംഗ്രി ആൻഡ് ഡിഫറെന്റ് പേഷ്യൻസ്. നമ്മൾ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ടാവും പല ആളുകളും അവിടുത്തെ സ്റ്റാഫുകളോടൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് എന്തെങ്കിലും കാരണത്താലേ ആയിരിക്കാം അല്ലെ. നമുക്ക് ചിലപ്പോ ആരെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പലരെയും നമ്മള് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ നമ്മള് എന്താണ് ചിലവരൊക്കെ ഇങ്ങനെ അവിടുത്തെ സ്റ്റാഫുകളോടൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കാം അല്ലെ. നല്ല രീതിയിൽ എന്താണ് ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ കാണാൻ പറ്റും അല്ലെ. അങ്ങനെ പലർക്കും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെയും അതുപോലെ തന്നെ പെട്ടെന്ന് പറഞ്ഞാൽ മൂഡ് ഓഫ് ആയിട്ടുള്ള പേഷ്യൻസിനെയും അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ് ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ്. ആ പേഷ്യന്റിന്റെ അവരുടെ പേഷ്യന്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവങ്ങൾ എക്സ്പീരിയൻസുകൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു ഇംപ്രൂവ് പേഷ്യന്റ് റിറ്റൻഷൻ റേറ്റ്. എന്താണ് പേഷ്യൻസിനെ നിലനിർത്താനായിട്ട് അല്ലെ. റിറ്റൻഷൻ എന്ന് പറഞ്ഞാല് അവരെ നിലനിർത്താനായിട്ട് ഹോസ്പിറ്റലുകളിൽ എങ്ങനെ നിലനിർത്താം എന്നുള്ളത് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ഇത്തരം കാര്യങ്ങളാണ് 5 റീസൺസ് ആയിട്ട് വരുന്നത്. എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ നമ്മൾ അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 5 റീസൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓരോ റീസണും നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കും. ഓക്കെ. അതിനകത്തെ ഫസ്റ്റ് റീസൺ ആണ് എന്ത്? ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസസ്. നോക്കാട്ടോ നമുക്ക്. Measuring patient satisfaction help the hospital ascertain the area of improvement and send us on to provide a better patient care services. Achieving the high level of satisfaction is directly dependent on the high quality patient care services given by the team of specialized doctors and hospital staffs. The entire staff must consider patient with the warmness from the receptionist who arrange the appointments, doctors providing the right treatment to the nurse taking vital status of the patients. ഇവിടെ പറയുന്നത് to provide top tier patient care services അല്ലെ. ഉയർന്ന നിലവാരമുള്ള രോഗി പരിചരണ സേവനങ്ങൾ നൽകുന്നതാണ് ഫസ്റ്റ് റീസൺസ് ആയിട്ട് പറയുന്നത്. അവിടെ എന്ത് ഉദ്ദേശിക്കുന്നത് ആ പാരഗ്രാഫില്? നമുക്ക് രോഗികൾക്ക് ബെറ്റർ കെയർ കൊടുക്കാനും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾ അല്ലെ സൗകര്യങ്ങളിലും ഇംപ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നത് ഒരു ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് അല്ലെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനോട് നമുക്ക് അവർക്ക് കൊടുക്കുന്ന കെയർ നല്ലതാണോ, അവർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾ നല്ലതാണോ, എവിടെയെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉയർന്ന നിലവാരത്തിലുള്ള സംതൃപ്തി കൈവരിക്കുന്നതിന് ഉയർന്ന നിലവാരത്തിലുള്ള പേഷ്യന്റ് കെയറിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പോ ഡോക്ടേഴ്സിൽ നിന്നും നഴ്സുമാരിൽ നിന്നും നല്ല സർവീസ് ആണ് ലഭിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് ആണ് ലഭിക്കുന്നതെങ്കിൽ ഉയർന്ന നിലവാരത്തിലുള്ള രോഗി പരിചരണം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കാം ഇല്ലേ. ഡോക്ടർമാര് നല്ലതാണ്, നഴ്സുമാര് നല്ലതാണ് എന്നുള്ള അഭിപ്രായം ഓരോ രോഗികളിൽ നിന്നും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ രോഗികളും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അവർക്ക് കിട്ടുന്ന രോഗി പരിചരണം അല്ലെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള കെയർ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ entire staff must be considered അല്ലെ. കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ് നമ്മള് കൺസിഡർ സ്റ്റാഫുകൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങള്? പേഷ്യൻസിനെ നല്ല രീതിയിൽ കൺസിഡർ ചെയ്യണം അല്ലെ. മിസ്ബിഹേവോ ഷൗട്ട് റൂഡായിട്ട് പെരുമാറാതെ അവരോട് നല്ല രീതിയിൽ പെരുമാറാനായിട്ട് അവരെ നല്ല രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എന്താണ് എവിടെ മുതൽ റിസപ്ഷൻ മുതല് നമ്മള് അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന കാര്യങ്ങള് അല്ലെ. റിസപ്ഷൻ മുതല് നമ്മള് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? അറേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന കാര്യങ്ങൾ വരെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, ഡോക്ടേഴ്സിൽ നിന്ന് ട്രീറ്റ്മെന്റുകൾ എടുത്തു കൊടുക്കുക, ഓരോ കാര്യങ്ങളും അവരുടെ കൂടെ ഒപ്പം നിന്നുകൊണ്ട് ചെയ്യാനായിട്ട് സഹായിക്കാം. ഓരോ പേഷ്യൻസിനെയും കൂടെ നിന്നുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ കെയർ കൊടുക്കാനായിട്ട് നോക്കുക.
അതുപോലെ തന്നെ പേഷ്യൻസിന്റെ സുപ്രധാനമായിട്ടുള്ള സ്ഥിതിവിവര കണക്കുകളൊക്കെ എടുത്തുകൊണ്ട് അവർക്ക് അല്ലെ എന്താണ് വൈറ്റൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങള് സ്ഥിതിവിവര കണക്കുകൾ ഇതൊക്കെ എടുത്തുകൊണ്ട് നഴ്സുമാര് അതൊക്കെ എടുക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നഴ്സുമാർ രോഗികളെ പരിചരിക്കാനായിട്ട് ശ്രമിക്കണം. അത്തരം കാര്യങ്ങളാണ് പ്രൊവൈഡ് ടോപ്പ് ടൈർ പേഷ്യന്റ് കെയർ സർവീസിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? What hospital do the enhance patient care service? ഇനി എന്താണ് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ? ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള പേഷ്യന്റ് കെയർ നൽകുന്നതിന് വേണ്ടതായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇംപ്രൂവ്മെന്റ് വരുന്നത്? എന്താണ്? ഫോളോ ദ കറക്റ്റ് വേ ടു ഡയഗ്നോസ് ദ ഇൽനെസ് ഇൻ ടൈം. എന്താണ്? കറക്റ്റ് ആയിട്ട് നമ്മള് ഡയഗ്നോസിസ് ചെയ്യുക അല്ലെ, കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മൾ രോഗത്തെ നിർണയിച്ചുകൊണ്ട് നമ്മള് രോഗം എന്താണെന്നുള്ളത് ഡയഗ്നോസിസ് ചെയ്യുക. ഇൻക്രീസ് ആൻഡ് ഇംപ്രൂവ് ആക്സസ് ടു ഫിസിഷ്യൻ. എന്ത് ചെയ്യണം? നമ്മള് ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡോക്ടേഴ്സിനെ കാണാനായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അല്ലെ. ഒരു രോഗി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് ഒരാഴ്ച വന്നിട്ട് ഡോക്ടറെ കണ്ടാൽ മതി, അങ്ങനെയല്ല പറയേണ്ടത്. ഇതൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു അല്ലെ, ടെസ്റ്റുകള് ചിലപ്പോ സ്കാനുകൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, അതൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഡോക്ടേഴ്സ് എന്താണ് ഈ സ്കാനിങ് റിസൾട്ട് കണ്ടതിന് ശേഷമാണ് അതിനുള്ള ട്രീറ്റ്മെന്റുകള് നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോ കറക്റ്റ് ആയിട്ടുള്ള ഡയഗ്നോസിസ് ചെയ്യുകയും അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാനായിട്ടും അതിനുള്ള സൗകര്യങ്ങളും രോഗികൾക്ക് ചെയ്തു കൊടുക്കാം. റെക്കമെൻഡ് റൈറ്റ് ട്രീറ്റ്മെന്റ്. എന്ത് ചെയ്യണം? റൈറ്റ് ട്രീറ്റ്മെന്റിന് വേണ്ടതായിട്ടുള്ള ശുപാർശ നൽകണം അല്ലെ. എങ്ങനെയാണ് അതെന്ന് പറഞ്ഞാല് എന്താണ്? ഇപ്പോ രോഗി വന്നു, രോഗികളെ നമ്മള് എന്താണ് രോഗം എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് രോഗിയോട് പറഞ്ഞു ഇന്നതാണ് അസുഖം, ഇത്രയും നാളെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതുണ്ട്, ഇന്ന ട്രീറ്റ്മെന്റുകളാണ് ചെയ്യേണ്ടത്, ഇന്ന മരുന്നുകൾ കഴിക്കണം അല്ലെ, സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങള് രോഗിയോട് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് സമ്മതമാണെങ്കിൽ, നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റിലൊക്കെ പഠിച്ചു, ഇന്ന രോഗമാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സമ്മതപൂർവ്വം മാത്രമാണ് നമ്മള് എന്ത് ചെയ്യേണ്ടത്? ബാക്കിയുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യേണ്ടത് അല്ലെ. അവരോട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളൂ? നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. കൺസെന്റ് ഫോം അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്ത ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഡോക്ടർ രോഗിയോട് പറയാതെ അവരുടെ സ്വയം ഇഷ്ടപ്രകാരം ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ രോഗികൾക്ക് മരണം വരെ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് രോഗിയോട് പറഞ്ഞ് രോഗിക്ക് സമ്മതമാണെങ്കിൽ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, റൈറ്റ് ട്രീറ്റ്മെന്റിനുള്ള ശുപാർശകള് ഡോക്ടർ കൊടുക്കാം. പിന്നെന്താ? ഓഫർ കോസ്റ്റ് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് പ്ലാൻസ്. എന്ത് ചെയ്യണം അല്ലെ? ഇപ്പൊ നമ്മുടെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഒരു ദിവസം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറഞ്ഞത് ഒരു 15,000 rupees വരെ നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് വേണം പോവാനായിട്ട്. അല്ലെങ്കിൽ എന്താണ്, അവരിപ്പോ റിസപ്ഷനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ഫീ ആവും, ഡോക്ടറെ കാണാൻ കൺസൾട്ടേഷൻ ഫീ വേറെ ആവും അല്ലെ, മരുന്നുകൾ വാങ്ങിക്കാനായിട്ട്, ബ്ലഡ് ടെസ്റ്റ്, സ്കാനുകള് അങ്ങനെ ചെയ്യുമ്പോഴത്തേനും എന്താണ് കുറഞ്ഞത് ഒരു 10,000 രൂപ വരെ നമുക്ക് അവിടെ ചെലവാക്കിയിട്ട് വരേണ്ടതായിട്ട് വരും അല്ലെ. ട്രാവലിംഗ് കോസ്റ്റ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേനും ഒരു 15,000 rupees വരെ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ കുറഞ്ഞത് രോഗികൾക്ക് എങ്ങനെയുള്ള അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റില് നല്ല രീതിയിലുള്ള ക്വാളിറ്റി പരിചരണം വേണം കൊടുക്കാനായിട്ട്. ഇനി എന്താ? പ്രൊവൈഡ് ക്വാളിറ്റി കെയർ പോസ്റ്റ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യാം? നല്ല രീതിയിലുള്ള ക്വാളിറ്റി കെയർ വേണം കൊടുക്കാനായിട്ട്. ഇനിയിപ്പോ നമ്മളിപ്പോ ഡെലിവറി അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് പറയാറുണ്ട്, 2 ആഴ്ച വന്ന് കഴിയുമ്പോഴത്തേനും ഡോക്ടറെ കണ്ടോളൂ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേനും ഡോക്ടറെ കാണണം. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാവാം? എന്തിനു വേണ്ടിയിട്ടാവാം ഡോക്ടറെ കാണണം എന്ന് പറയുന്നത്? എന്തെങ്കിലും സ്റ്റിച്ചിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സ്റ്റിച്ച് പഴുക്കുന്നുണ്ടോ അല്ലെ? ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിയുമ്പോ 1 month കഴിയുമ്പോൾ നമ്മളോട് വന്ന് ഡോക്ടറെ കാണാൻ പറയാറുണ്ട് അല്ലെ. സ്റ്റിച്ചിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പഴുക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്, ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ. അപ്പൊ നല്ല രീതിയിലുള്ള കെയർ കൊടുക്കാനായിട്ടുള്ള ഫോളോ അപ്പുകൾ, അങ്ങനെയുള്ള ഫോളോ അപ്പുകൾ നമ്മൾ ചെയ്തു കൊടുക്കുക രോഗികൾക്ക്.
ഇനി നെക്സ്റ്റ് എന്താ പറയുന്നേ, ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സെന്റേർഡ് കെയർ. പേഷ്യന്റ് സെന്റേർഡ് നല്ല രീതിയിൽ പേഷ്യന്റിന് കെയർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ മെനയണം അല്ലെ. തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നാണ് അവർ പറയുന്നത്, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല് ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്. എന്താണ്? കറക്റ്റ് സമയത്ത്, കൃത്യസമയത്ത് രോഗനിർണയിക്കുക. ഓക്കെ, രോഗനിർണയം നടത്താം. പിന്നെന്താ രണ്ടാമത്തെ എന്ന് പറഞ്ഞാല് ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻ. എന്താണ്? പെട്ടെന്ന് തന്നെ ഡോക്ടറിന്റെ അടുത്തേക്ക് വിടുക അല്ലെ, ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തിക്കുക. മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ എന്താ? മൂന്നാമത്തെ പോയിന്റ്, പ്രൊവൈഡ് കോസ്റ്റ് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ആൻഡ് ക്വാളിറ്റി കെയർ. എന്ത് കൊടുക്കണം? നല്ല രീതിയിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള, സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ കുറഞ്ഞ ചെലവില് ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. നാലാമത്തെ എന്താ? ഗിവ് അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട് അല്ലെ. രോഗിയോട് പറയാ അല്ലെ, ഇന്ന അല്ലെങ്കിൽ ഇന്ന ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോ നിങ്ങൾക്ക് അസുഖം കുറയും, ഇത്രയും നാൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും, പിന്നീട് അത് കുറഞ്ഞോളും, മാറിക്കൊള്ളും എന്നൊക്കെ പറയുന്നത് എന്താണ്? രോഗിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും അല്ലെ. ലവ്, സപ്പോർട്ട് ഇതൊക്കെ ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യണം. പിന്നെന്താ? റിഡ്യൂസ് അൺനെസസറി ഫോളോ അപ്പ് വിസിറ്റ്. ആവശ്യമില്ലാത്ത ഫോളോ അപ്പ് വിസിറ്റുകൾ ഒഴിവാക്കുക. ഇത്തരം കാര്യങ്ങളാണ് സ്ട്രാറ്റജി, തന്ത്രങ്ങളായിട്ട് പറയുന്നത്. നല്ലൊരു പേഷ്യന്റ് കെയർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട തന്ത്രങ്ങൾ. ഓക്കെ, വായിച്ചു നോക്കിയേ. ഇത്ര പേര് മിസ് എടുക്കുന്നുള്ളൂ, വായിച്ചു നോക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഇത്ര വരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.